അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ എക്സ്പോയിൽ നമ്മൾ കാണിക്കുന്നത് യസ്രിബ് പറയുന്ന ഒരു നാട്ടിന്റെ ഒരു മാപ്പാണ്. മദീനയുടെ പഴയ പേരാണ് യസ്രിബ് എന്ന് പറഞ്ഞാൽ. ശരിക്കും മദീന 529 കിലോമീറ്റർ സ്ക്വയർ ആണ് ഉള്ളത്. പക്ഷെ ഈ ഒരു മാപ്പിൽ നമ്മൾ 25 കിലോമീറ്റർ സ്ക്വയറിന്റെ മാപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബുസ്താനുൽ മുത്തസിൽ എന്ന് പറയുന്ന ഒരു തോട്ടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നിസ്കരിച്ച ഒരു തോട്ടവും കൂടിയായിരുന്നു. അതിന് മുമ്പിലുള്ളത് ഹൗദാണ്, ഉദു എടുത്ത ഹൗദായിരുന്നു. ഇന്നും ആ ഹൗദ് മദീനയിൽ സ്ഥിതി ചെയ്യുന്നു. അതിനപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ളത് മസ്ജിദ് ഖുബയാണ്. മസ്ജിദ് ഖുബയെ കുറിച്ച് പറയുകയാണെങ്കിൽ മദീനയിൽ വെച്ചുള്ള ആദ്യത്തെ പള്ളിയാണ്. ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലവും കൂടിയാണ്. അവിടെയാണ് ഈ മസ്ജിദ് ഖുബ സ്ഥിതി ചെയ്യുന്നത്. വേറെ ഖർസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു കിണറും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീയത്ത് ചെയ്തതായിരുന്നു. അതായത് ഞാൻ മരണപ്പെടുന്ന അവസരത്തിൽ എന്നെ കുളിപ്പിക്കേണ്ടത് ഈ ഖർസ് എന്ന കിണറിന്റെ വെള്ളത്തിൽ നിന്നാണ്. തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും മസ്ജിദ് നബവിയാണ്. അതായത് ഹിജറ 7 AD 69 മസ്ജിദ് നബവിയുടെ ഒരു ചെറിയ സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മളെ മദീന ശരിക്കും 13ാം വർഷനാണ്. ഇത് ആദ്യ കാലത്തിലായിരുന്ന മദീന ഇക്കോലത്തിലായിരുന്നു. ഇതെന്ന് വെച്ചാല് വേ ഓഫ് ഹജ്ജ് 1900 കാലഘട്ടങ്ങളിൽ ഹജ്ജ് പോയിന് ഒരു വഴി, അഥവാ 1900 സമയത്ത് 1900 മുമ്പ് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഹജ്ജ് പോയിന് റൂട്ടുകളാണ്. ആകെ 2 രീതിയിലായിരുന്നു അവർ ഹജ്ജിന് പോയിന്. നമ്മുടെ കേരളത്തിൽ നിന്ന് മാപ്പിളമാർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ മാപ്പിളമാർക്ക് ഹജ്ജിന് പോരുന്ന അവരെ കൂടുതൽ പൈസ ഉള്ള കാരണത്താൽ അവർ കപ്പൽ മാർഗ്ഗമായിരുന്നു ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നത്. അവർ കപ്പൽ മാർഗ്ഗം ഹജ്ജിന് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ അന്ന് കാലഘട്ടങ്ങളിൽ അവരുടെ പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാസ്പോർട്ട്. തവക്കൽത്തു അലല്ലാഹ്, അല്ലാഹുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവർ ഈ യാത്രക്ക് ഒരുങ്ങാറുള്ളത്. കാരണം അവർക്ക് ഈ യാത്ര കഴിഞ്ഞാൽ തിരിച്ചും വരുമോ അതല്ലെങ്കിൽ അവർക്ക് പിന്നീട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അവർ യാത്ര തുടങ്ങിയത്. ഇത് പ്രാചീനകാല മസ്ജിദ് നബവിയാണ്. ഇതിനെ ജമാഅത്ത് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും രണ്ടാമതാണ്. റസൂലുള്ളാഹിന്റെ 1,37,000 സഹാബാക്കൾ ഉണ്ടായിരുന്നു. ആ സഹാബാക്കൾ പകുതിക്കാല ആൾക്കാർ ഇതിൽ പോയിരുന്നു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുബ്ബ രൂപത്തിൽ വന്നതിന് ശേഷം ഇതാണിത്. ഇത് പ്രാചീന കാലത്തെ മസ്ജിദ് നബവി, ഇത് കുബ്ബ ആയതിനു ശേഷമുള്ളത്. പിന്നെ ഇത് കാളചന്ത എന്നാണ് ഇതിന് പറയുന്നത്. അന്നത്തെ കാലത്ത് ചന്തയിൽ സാധനം മേടിച്ചതൊക്കെ ഉള്ള സ്ഥലത്താണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ കുതിർത്ത് അങ്ങനെ പറയാം. റസൂലുള്ളാഹിന്റെ എഴുത്തുകാരെ നജാഷി രാജാവിന് വേണ്ടി ഇതിണ്ടാക്കിയ കത്തും റസൂലുള്ളാഹിന്റെ മോതിരത്തിന്റെ ശീലമാണിത്. പിന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരമ്പര എങ്ങനെ പോണത്, അതിന് മുതൽ റസൂലുള്ളാഹിക്ക് വരെത്തുന്ന പരമ്പര ആണിത്. പിന്നെ ഇത് ആയിഷ ബീവിന്റെ കുടിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറും, അതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു ഖബറും, ശേഷം ഉമറുള്ളാഹിന്റെ ഖബറും. ഉമറുള്ളാഹിന് ആയിഷ ബീവിന്റെ സമ്മതപ്രകാരം അവിടെ അന്വേഷണം കൊണ്ടുവന്നു. പിന്നെ ഇത് സലാഹുദ്ദീൻ അയ്യൂബി ഖുത്ബ ഓതുന്ന മെമ്പറാണ്. ഇനി വരാനിരിക്കുന്ന കാലത്ത് ഇമാം മഹ്ദി ഖുത്ബ ഓതുന്നും അറിയപ്പെടുന്നുണ്ട്. റിനോവേഷൻ ഓഫ് കഅബ 2025 കഅബയുടെ കില്ല മാറ്റത്തിന് ശേഷമുള്ള ആ ഒരു സമയത്തോട് ബന്ധിച്ചുണ്ടാക്കിയ ഒരു കഅബയാണ്. ഇതിന് ഞങ്ങൾ സ്വർണ്ണപ്പാത്തിയും അജലൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 1900 വരുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു വർഷം ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ആത് മുഷിന് ഇതായിട്ടുണ്ടാവും. അതേമാതിരി കഅബയെ ഒരു വർഷം ആ കല്ല് അണിയിപ്പിച്ചുകൊണ്ട് ആ കല്ല് മാറ്റാൻ നേരത്തുണ്ടായ ആ ഒരു പൊടിയെ സാക്രിഫൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കഅബയാണ് 1900. ഇനി AD 1601 എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ മക്ക കഴിഞ്ഞതിന് ശേഷം മക്ക മുസ്ലിങ്ങളും മദീന മുസ്ലിങ്ങളും കൂടി ചെയ്തുണ്ടാക്കിയ ഒരു ബ്രോക്കൻ ഇഷ്ടി കൊണ്ട് വെച്ചുണ്ടാക്കിയ ഒരു കഅബയാണ് ഈ കാണുന്നത്. ഇതിൽ ഈ കഅബയും അതിൽ ചെറിയ ഭാഗങ്ങൾക്ക് ഇല്ലാതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി വരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് ഉണ്ടായ കഅബയെ കുറിച്ച് പറയാവുന്നതാണ്. അബ്ദുൽ മുത്തലിബിന്റെ കഅബയാണ് ഇത്. ഇതിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കഅബയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഇവിടെ നമുക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ കുറെ അബൂജഹലിന്റെ വീടിയെ കാണാം. അങ്ങനെ ഇത്രയും വലിയ ഭരണാധികാരിയുടെ വീടുകളുണ്ടായിട്ടും ലോകത്ത് ഇത്ര സ്നേഹിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ വീട് ഒരു ചെറിയ പനയോല ഒരു കുടിലാണെന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയ സന്ദർഭമാണ് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത്. പിന്നെ
6 കിലോമീറ്റർ കഴിഞ്ഞാൽ കായവയിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ സൗർ ഗുഹയിലാണ്. സൗർ ഗുഹയിൽ ചനന്തി ഈ വര കെട്ടി നിൽക്കുന്നതും നമുക്ക് കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശത്രുക്കളെ പേടിച്ചുകൊണ്ട് അവിടെ അള്ളാഹുവിനേക്ക് തപസ് എഴുന്നേറ്റിരിക്കുകയും പിന്നെ അവിടെ നിന്ന് ചലന്തി വരയിടുകയും മാണപ്രാവ് മുട്ടെഴുതുന്ന സന്ദർഭമാണ് ഈ എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഷാഗോ സ്ഥിതി ചെയ്തത്. ഒരാൾ നബി പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് മക്കയിലേക്ക് വിഗ്രഹാരാധനയൊക്കെ അധികരിച്ച സമയത്ത് നബി ധ്യാനത്തിരുന്ന സ്ഥലമാണ്. പിന്നെ പ്രവാചകത്വം ലഭിക്കുന്നതും ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങുന്നതും അങ്ങനെ ഇസ്ലാമിൽ ഒട്ടനവധി സംഭവ വികാസങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഈ ഹിറാ. ഇത് മക്കയുടെ പഴയൊരു രൂപമാണ്. ദാറുന്നതുവയാണ്. നിശ്വാസെല്ലാം കൊല്ലാൻ വേണ്ടിയൊക്കെ മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തിയ സ്ഥലമാണ്. ഇത് അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പുതുക്കി വേണ്ട സംസം കിണറിന്റെ ഒരു രൂപമാണ്. ഇത് മദീനയിലെ പഴയൊരു പട്ടണത്തിനെ ഓർമ്മിച്ചുകൊണ്ടുണ്ടാക്കിയതാണ്. ഇതാണ് ഉഹുദിലെ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന നബി സഹാബികളുടെ അടുത്ത് കയറി നിൽക്കാൻ വേണ്ടി കൽപ്പിച്ച മല. ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് മുസ്ലിങ്ങൾക്ക് ഉഹുദിൽ വൻ തിരിച്ചടി കിട്ടിയത്. കാൽബാർ പിന്നെ ഇതിനകത്ത് നമ്മൾ വിശദീകരണമായിട്ടാണ് എടുക്കുന്നത്. ഇതിനകത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ചരിത്രമാണ്. ഇത് സ്വർഗ്ഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയപ്പോൾ ഈ ഗുഹയിലാണ് ഒളിച്ചിരുന്നത്. അപ്പോൾ ചലന്തി വല കെട്ടിയതും പ്രാവ് അടന്ന് മുട്ടിട്ട് അടന്നത് ഈ ഗുഹയിലാണ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 3 ദിവസം താമസിച്ച ഈ ഗുഹയിലാണ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു എല്ലാ ശീലകഷ്ണിച്ച് സൗർ ഗുഹയിലുള്ള എല്ലാ ഓട്ടകളും അടിച്ചു. അപ്പോൾ ഒരു ഓട്ട മാത്രം അടിക്കാൻ പറ്റില്ല. അത് കാലിൻ്റെ തള്ളേറേച്ച് അടിച്ചപ്പോൾ അതിലായിരുന്നു പാമ്പ്. അപ്പോൾ ആ പാമ്പ് കുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ണുനീര് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുഖത്തേക്ക് വെച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്ത് വെച്ച് അബൂബക്കർ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പാമ്പ് കടിച്ചത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉമ്മനീര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ പറിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാ വിഷമവും മാറി. പിന്നെ ഇത് ജംറത്തുൽ അഖബ. ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിനെ അറക്കാൻ കൊണ്ടുപോയപ്പോൾ ഷെയ്ത്താൻ അറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ത്താൻ എറിഞ്ഞ സ്ഥലമാണിത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ മോഡൽ ക്വിസ് ബോർഡാണ്. ഇവിടെ 10 ക്വസ്റ്റ്യൻസും മറു സൈഡിൽ 15 ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ 2 പെന്നുണ്ട്. ഇത് ഫുള്ള് കറണ്ടിലാണ് ഓടുന്നത്. ബാറ്ററിയിലും കറണ്ടിലുമായിട്ടാണ് ഇത് ഓടുന്നത്. പിന്നെ ഇത് സ്വിച്ച് ഓണാക്കുകയും ആ സ്വിച്ചിൽ ഇതാണ് ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്രൂകളാണ്. ഇത് സ്ക്രൂകളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതേപോലെ ഇപ്പുറത്തും സ്ക്രൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട്. ഇത് പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ പെന്നിൻ്റെ സൈഡിലും സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവും കൂടെ ജോയിൻ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മുത്തബി സുന്ന എന്നറിയപ്പെടുന്ന സ്ഥാനപ്പേരുള്ള സ്വഹാബി. അതിൻ്റെ ഉത്തരം കറക്റ്റ് അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത്. ഇത് തെറ്റുത്തരമാണെങ്കിൽ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവില്ല. ഇത് ബദർ യുദ്ധഭൂമിയാണ്. ഇവിടെ ആയിട്ടാണ് മുസ്ലിങ്ങൾ, ഇവിടെ ഇങ്ങാണ്ട് ശത്രുക്കൾ. ഇവിടെ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. യുദ്ധഭൂമി ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ഇങ്ങാണ്ട് വെള്ളം ജലം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് മഴയൊക്കെ പെയ്താണ്ട് ജലമൊക്കെ പൊട്ടി. അപ്പക്കിന് ഇവിടെ സഹാബാക്കളും നബിതങ്ങളും കൂടെ കൂടിയാണ്ട് ഇവിടെ ഒരു കുളമാരി പണിന്ന് വെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് പണിന്ന് വെച്ച് ഇവിടെ വെള്ളമായി. അവിടെയുള്ള വെള്ളമെല്ലാം തീർന്നു പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടി വന്നത്, ജലത്തിന് വേണ്ടി. ഈ കാണുന്നത് ഹിറാ ഗുഹയാണ്. ഈ ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ജബൽ അൽ നൂർ, മക്കയുടെ അടുത്തായിട്ട് ഏകദേശം മക്കയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഏകദേശം 9.6 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രസിദ്ധമാകാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് ഈ ഗുഹയിൽ വെച്ചാണ്. പിന്നെ
ആദ്യത്തെ ഖലഖ് സൂറത്തിലെ ആദ്യത്തെ 5 ആയത്ത് ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ് അല്ലാഹു തആല വെളിപ്പെടുത്തുന്നത്. ഈ കാണുന്നതാണ് ജബൽ ഉഹുദ് മല. ഉഹുദ് മലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഉഹുദ് മല സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ മദീനയിലെ വടക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നടക്കുമ്പോൾ ഏകദേശം 8.6 കിലോമീറ്ററാണ് നമ്മൾ മദീനയിൽ നിന്ന് നടന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉഹുദ് മലയ്ക്കുള്ള ദൂരം. ഈ ഉഹുദ് മല പ്രധാനമായും ഇത്ര പ്രത്യേക വരാൻ കാരണം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധവും കൂടിയാണ് ഉഹുദ് യുദ്ധം. അത് ഈ മലയുടെ അടുത്ത് വെച്ചാണ് നടക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ മലയുടെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 1077 മീറ്റർ, ഏകദേശം 3533 അടിയാണ് ഈ മലയുടെ ഉയരം വരുന്നത്. ഇതിന്റെ നീളമാണെങ്കിൽ 7.5 കിലോമീറ്റർ അഥവാ 4.7 മൈൽസാണ് ഇതിന്റെ നീളം വരുന്നത്.